നോക്കി. ഹലോ, എന്തൊക്കെയുണ്ട്? അപ്പോൾ അതാ നമ്മൾ നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ എന്താ നല്ലൊരു ഫംഗ്ഷനാണെന്ന് മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡിൽ വെച്ച് 2 ദിവസം മുന്നേ നമ്മൾ ഷോട്ട് ഇട്ടന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ പങ്കെടുക്കുന്നത് ഗ്രാൻഡ് മീറ്റപ്പ് നടക്കുന്നുണ്ട്. രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ടൈം ഇപ്പം തന്നെ 8:30 ആയി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കിന് പലരും അവിടെ വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി വെക്കാം. ബസ്സൊക്കെ കയറി വയ്യൊക്കെ കണ്ടുപിടിച്ച് പോയിട്ട് വേണം. ഇവിടുന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി പുറത്ത് അവിടെയൊക്കെ എത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക അറിയില്ല. അപ്പോൾ എന്തായാലും പോയി വെക്കല്ലേ. ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ വരും എന്ന് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും നേരിട്ട് കാണാമല്ലോ. അപ്പോൾ വരി, നമുക്ക് പോയി വെക്കാം. അരീക്കോട് സ്റ്റാൻഡിലെത്തിയപ്പോൾ നേരിട്ട് കോഴിക്കോട് ബസ് കിട്ടിയിട്ടോ. നമ്മൾ പത്തനാപുരം പാലാണ്. പിന്നെ മാവൂർ ബോഡി റൺസിൻ്റെ ആ ഫാക്ടറികളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ കടന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് എത്തി. അപ്പോൾ ബീച്ചിൻ്റെ തൊട്ടടുത്തിട്ട് ആയിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ബസ് ഡ്രൈവറോട് ചോദിച്ചു എവിടെ നിന്നാണ് ഇറങ്ങാൻ നല്ലത് എന്നുള്ളത്. അങ്ങനെ സ്റ്റാൻഡിൽ ഇറങ്ങി ജസ്റ്റ് 60 രൂപൻ്റെ ഓട്ടോ ഉള്ള ഒരു ഓട്ടോയും പിടിച്ച് നേരെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ്. എൻട്രൻസ് വരുന്നത്. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അവിടെ എൻട്രൻസ് കിട്ടണമെങ്കിൽ തലേ ദിവസം തന്നെ പേഴ്സണലായിട്ട് ഇതുപോലെ ഒരു QR ഒക്കെ അയച്ചു തരുന്നുണ്ടായിനി. അത് ഒരു സ്കാൻ ചെയ്ത് നമുക്കിതുപോലെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ തരും. അങ്ങനെ അതൊക്കെ കൈപ്പറ്റി നേരെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാ അടിപൊളി വെൽക്കം ഡ്രിങ്കും സ്നാക്കുകളും പല ഐറ്റംസായിട്ട് വെറൈറ്റി ഡിഷുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നാസോ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഇതിലാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം ഞാൻ അത് സ്നാക്കൊന്നും കഴിച്ചില്ല. ചെറുതായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഹാളാണെങ്കിലും അടിപൊളി സെറ്റപ്പ് ഇട്ടോ. പ്രോഗ്രാം കുറച്ച് നേരമായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. കാലത്തും അതുപോലെ തന്നെ ഒരുപാട് ആരുദാലയങ്ങളും അതുപോലെ പാവപ്പെട്ടവരായിട്ടുള്ള രോഗികൾക്കും നമുക്ക് സഹായം എത്തിക്കാൻ പറ്റി. ചൂരൽമല ദുരന്തത്തില് അപകടം സംഭവിച്ച 3 വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ അവരെ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ വയനാട് ചുരം ഭംഗിയുള്ള യാത്ര, ഭംഗിയുള്ള ചുരം എന്നൊരു ആശയത്തെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഞങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഈ ഹാളിലെത്തിന്ന് ഇവിടുന്ന് വാച്ചറിൽ അപ്പോൾ ഇതിൽ നമ്പർ ഉണ്ടോ, ഈ നമ്പർ വെച്ചിട്ട് ഓരോ സീറ്റിലും നമ്പർ ഇട്ടാണ്. ഞാൻ ലാസ്റ്റ് എത്തിയോണ്ട് തന്നെ എനിക്ക് 222 കിട്ടി. ഇവിടെ 300 ആളുകൾക്കാണ് സീറ്റ് അറേഞ്ച് ചെയ്ത്. പിന്നെ കൂടെ വരുന്നവർക്ക് ബാക്കിൽ എക്സ്ട്രാ സീറ്റ് ഉണ്ട്. ഇതേപോലെ ഓരോ സീറ്റിലും നമ്പർ ഇട്ട് വെച്ചിട്ടാണ്. പിന്നെ നമ്മളെ സീറ്റിൽ ഞാനിരുന്നു. ഓക്കെ, അതാ ഇതുപോലെ ഒരുപാട് പേര് അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം വീക്ഷിക്കാം. നല്ലൊരു വെൽക്കം ഡ്രിങ്കും ഒരു ചായയും കൂടെ നമ്മൾ അടിപൊളിയായിട്ട് നടത്തിയാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. ഒരുപാട് പ്രഗത്ഭരായ ആളുകളെ വേദിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപോകാം. നമ്മളെ അസിം വെളിമണ്ണന് എനിക്കുള്ള അവാർഡൊക്കെ കൊടുത്തു. അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കാര്യം ആദ്യമായി പറയാൻ മതി. ഞങ്ങൾ ഈ അടുത്തൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ അതിന്റെ ടൈറ്റിൽ ലോഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. That's something amazing. നമ്മളെല്ലാവരും മലയാള പ്രേക്ഷകർ ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം ക്രിയേറ്റേഴ്സിന്റെ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈ ഒരു പുതിയ സിനിമ എത്തുന്നത്. സോ എല്ലാ സിനിമയും പോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാവങ്ങളും ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. And once again
വളരെ വിശദമായി സംസാരിക്കുന്നില്ല. ഇന്നലെ വളരെ വൈകിയാണ് കോഴിക്കോട് എത്തിയത്. 2-2:30 മണിയായി. എന്നാണെങ്കിൽ പുലർച്ചെ മുതൽ പരിപാടിയായിരുന്നു. ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന സിനാൻ ഷോട്ട് ഓൾ റൈറ്റ് ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ് സിനാൻ. ഒരുപാട് വർഷങ്ങൾ this is also beautiful to Sarah Sarwan. Your presence. പാട്ടുകളിലൂടെ മനസ്സുകൾ കീഴടക്കാൻ സാധിക്കട്ടെ ഷാജ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് മേടയിലെ പൂമുല്ലപ്പന്തലും അതിലക പുറം അത് പലവിധ നിറമാതെ പൂവാടി കഥകിത് തെളിഞ്ഞിട വിളഞ്ഞിട മണിമലരുഷലാതെ കൊഞ്ചുന്ന കൊഞ്ചുന്ന തടിമുടി അടികൾ നഞ്ചുന്ന അഞ്ചുന്ന തോരണം കമാലമിനാലും വൈദ്യുതി പ്രകാശമിനാലും ജിൽ ജിൽ ജിൽ. സ്വന്തം ഫൈസൽ മലബാർ, നമ്മുടെ ഫൈസൽ കാ സലാൽ മാഗ്നസിനുള്ള അവാർഡ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അജുസാട്ട്, ദിസ് ഈസ് എ മെമെന്റോ ഫ്രം ബഷീനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബഷീനെ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മെമ്പറായ ആളാണ് അല്ലേ? മെമ്പറാണ് ഞാൻ. അതെ, അതും 2 വോട്ടിന് അല്ലേ? അത് 2 വോട്ടിന് 45 മിറാക്കിൾ സക്സസ് ആണ്. മിറാക്കിൾ സക്സസ് ആയിരുന്നു. മെഡിക്കൽ മിറാക്കിൾ. എന്തായാലും അടിപൊളിയായിട്ട് നയിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഫുഡ് കഴിച്ചില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ് ഫുഡിനുള്ള ടൈമായി. ഹോളിൻ്റെ ബാക്കിലായിട്ടാണ് ഫുഡിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഫുഡ് ബൊഫേ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സും ഫുഡും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റൈസ് കുറച്ച് മതി പറഞ്ഞിട്ട് കുറച്ച് റൈസ് എടുത്തു. പിന്നെ അതിൻ്റെ സൈഡായിട്ട് ചിക്കനും ബീഫും വലർത്തും പൊരിയും ഒക്കെ ആയിട്ട് പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ റൈസ് 2 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് മറ്റവും കുറച്ച് വാങ്ങിയപ്പോൾ നല്ല ഹെവി തന്നെ ആയി. എന്തായാലും എല്ലാ ഐറ്റംസും കുറേശ്ശെ വാങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിലിതാ സാലഡ്സ് ഉണ്ട്, പിന്നെ അച്ചാർ ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഐറ്റം കേട്ടോ. അങ്ങനെ സാലഡ് കുറച്ചധികം ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറ്റ് നോക്കുന്നതുകൊണ്ട് തന്നെ അത് ഒന്ന് നന്നായിട്ട് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നല്ലൊരു ഫുഡ് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേറ്റൊക്കെ എടുത്ത് നല്ലൊരു സീറ്റും തപ്പി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് പുറത്തൊരുപാട് സ്വീറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. ആ വഴിക്ക് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയാളെ പലർക്കും പരിചയം ഉണ്ടാവും. നമ്മൾ 90s ഒരു സമയത്ത് ഒരു ഓളുണ്ടാക്കിയ ആൾ തന്നെയാണ്. ഈ അടുത്തൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇത്ര പെട്ടെന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അതുപോലെ ഇയാളെയും പലർക്കും പരിചയം ഉണ്ടാവും. നമ്മളെ നിർമ്മൽ പാലായി എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിപൊളി മിമിക്രി പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 12 കൊല്ലയാണ് അന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയും ബാലി ചങ്ങായി നിർത്തിക്കൂടെ ചോദിക്കലുണ്ട്. എന്നാൽ ഒരു ഇത് ചോദിക്കുന്നതുകൊണ്ട് പറയാട്ടോ. ഒരുപാട് വെറുപ്പിക്കൽ സഹിക്കാൻ ഞാൻ അവസാനം പറയുന്ന സുരേന്ദ്രേട്ട എന്താന്ന് വെച്ചാല് മനസ്സിന്റെ സന്തോഷം സമാധാനമൊക്കെ പാട് എമ്മാര് വെറുപ്പിക്കലാണ്. ഭയങ്കര വീട്ടിലുള്ളവര് അത് വീട്ടിൽ പോയി വീട്ടിലെടുത്തപ്പോൾ ഇത് ഞാനും ബാബേട്ടനോട് സ്ഥാപനത്തില്ല. ബാബേട്ട എന്താണ് ബാബേട്ട? ഒരു പാട്ട് പാടിച്ചു പോകുന്നേ മക്കളെ എല്ലാരും കൈയടിച്ചോടി. കസ്തൂരി തൈര വിട്ട് മോടി വിലക്കി
പരിപാടി ശരിക്കും കാണുന്നതാണോ പ്രായം അടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ കാണും. ശരി കണ്ടവർ എന്തുള്ള ഉള്ളത് പറഞ്ഞേക്കാം. നല്ലൊരു കയ്യടി കൊടുക്കണം. ഒരുപാട് പരിമിതികൾ മറികടന്ന് നമ്മുടെ വേദിയുടെ ഇതിനെ ധന്യമാക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം എന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മൈക്ക് പിടിക്കാൻ പോയിട്ട് ഗവൺമെൻറ് അതേപോലെ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് 100% ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെന്നാണ്. അതായത് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല. 100% ഡിസേബിൾഡ് പേഴ്സൺ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു മൈക്കിലാണ്. ഏതായാലും ഈ ലോകത്ത് ജീവിച്ചു. ഒരു ദിവസം എന്തായാലും മൈക്കോ പോകണം എല്ലാവരും. നല്ലൊരു കൈയടി കൊടുക്കുക. കാരണം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തള്ളി മറക്കുകയാണ്. Along with that, I'm inviting So yes, ഒരുപാട് വാർത്തകളിലൂടെ നമ്മുടെ ഒക്കെ മനസ്സ് കീഴടക്കിയ ഒരാളാണ്. നമുക്കൊക്കെ എത്ര പ്രിയപ്പെട്ട മലയാളികളൊക്കെ കാത്തിരുന്ന അർജുന്റെ ആ ഒരു ഇമോഷണൽ ആവുന്ന സപ്പോർട്ട് കൊടുക്കുക എപ്പോഴും. അവര് ആസ് എ ഫ്രണ്ട്, ആസ് എ ബ്രദർ, ആസ് എ സിസ്റ്റർ എല്ലാവരെയും നമ്മളൊരു ജനറലായ ഒരാളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് അവർക്ക് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടെങ്കിൽ ഓൾസോ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും സിമ്പതി കൊണ്ട് അവരെ നമ്മളത് അട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു കോമൺ ആയിട്ടൊരു സൊസൈറ്റിയുടെ ഒരു ധാരണയാണ്. ആ സൊസൈറ്റിയിൽ ആ ഒരു ധാരണ മാറ്റി എല്ലാവരെയും ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെയും ട്രീറ്റ് ചെയ്യാം. ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് ഇവിടെ ഇന്ന് ഇരിക്കുന്ന ഓരോ ഇൻഫ്ലുവൻസേഴ്സും നല്ല രീതിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആ ഒരു പ്ലാറ്റ്ഫോം ഇനി പുതിയ ആളുകളിലേക്ക് നല്ല രീതിയിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുക. ഞാൻ കരണ്ട് കീപ്പിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ മാലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. വീഡിയോ ആണ് നിങ്ങൾ വർത്താനം കൊണ്ടോളി. Next award category is the best content creator
Award 2K25. And this is Shibu Siraj Test receiving the award, Best Public Challenge Award. All right. All right. റമീസ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ആയപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എൻട്രൻസിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എൻട്രൻസ് ഒന്ന് കാണിക്കാൻ വെച്ചു. അപ്പോൾ ഷെഫ് പിള്ളേൻ്റെ ഒരു ഹോട്ടലും അതിൻ്റെ പുറകിലായിട്ടാണ് ഈ ആസ്പിൻ കോട്ടിയാട് വരുന്നത്. എങ്ങനെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ. ഞങ്ങൾ മാച്ചിങ് ക്രിസ്മസും ന്യൂ ഇയറും ഞായറാഴ്ചയും എല്ലാം കൂടെ ചേർന്ന് നല്ല ബ്ലോക്കും നല്ല തിരക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ വെറുപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് ജസ്റ്റ് മ്യൂസിക് ഇട്ട് ഓരോ ക്ലിപ്പുകളായിട്ട് ആഡ് ചെയ്തത്. ഇപ്പം ഈ കാണുന്നത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ ആണ് കേട്ടോ. അവിടെ ജനുവരി 2 വരെ ഉള്ളൂ തോന്നുന്നുണ്ട് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. ന്യൂ ഇയറും ക്രിസ്മസും പ്രമാണിച്ച് ഒരു അടിപൊളി ഡെക്കറേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വൈകുന്നേരം ആയപ്പോഴത്തേന് അങ്ങോട്ട് വന്നതാണ് കേട്ടോ, എനിക്ക് മക്കളും എല്ലാം കൂടെ. അങ്ങനെ ഞങ്ങൾ കുറേ നൈറ്റ് ഒരുപാട് വൈകിയതിൻ്റെ ശേഷമാണ് തിരിച്ചു പോകുന്നത്. രാത്രിയാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ രസമല്ലോ. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാരണം ബീച്ചിൽ നിന്ന് ഞങ്ങൾ 10 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ 12 മണി വരെ ഉള്ളത്, കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്താക്കും. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ തുടക്കം മുതൽ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ അച്ചീവ്മെൻറ്റ്സും എനിക്ക് നേടാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ എൻ്റെ ഷോൾഡറിൽ കൈയിട്ടിരിക്കുന്ന ഈ ഒരാളും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും 2025 ഈ അവസാനത്തിൽ പുതിയൊരു വർഷം, നല്ല പ്രതീക്ഷയുള്ളൊരു വർഷം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.